കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് റോൾസ് തിയറവും മീൻ വാല്യൂ തിയറും. അപ്പോൾ അതിനകത്ത് ആ തിയറം അപ്ലൈ ചെയ്യുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എക്സാമിൻ വെദർ റോൾസ് തിയറം ഈസ് അപ്ലിക്കബിൾ ഫോർ ദി ഫോളോയിങ് ഫങ്ഷൻസ്. രണ്ട് ഫങ്ഷൻ തന്നിട്ടുണ്ട്, ഇതിനകത്ത് റോൾസ് തിയറം അപ്ലിക്കബിൾ ആണോ, അതാണ് ചോദ്യം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഫംഗ്ഷനാണിത്. ആൻഡ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -2 to +2. നമുക്കറിയാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഇൻറ്റീജർ വാല്യൂസിൽ കണ്ടിന്യൂസും അല്ല ഡിഫറൻഷ്യബിളും അല്ല. അപ്പോൾ അതിൽ റോൾസ് തിയറത്തിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ ഇവിടെ എ ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ -2 to +2 ആണ്. ഇനി ആ -2 to +2 ഉൾപ്പെടുന്ന ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? -2, -1, 0, 1, 2. ഇത്രയും ഇൻറ്റീജേഴ്സ് ഈ ക്ലോസ്ഡ് ഇൻ്റർവെലിനകത്തുണ്ട്, ക്ലോസ്ഡ് ഇൻ്റർവെല്ലുണ്ട്. ഈ പോയിൻറ്റ്സിലൊന്നും തന്നെ നമ്മുടെ ഈ ഫംഗ്ഷൻ എന്തായിരിക്കില്ല, കണ്ടിന്യൂസ് ആയിരിക്കില്ല. ഓൾസോ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദീസ് പോയിൻറ്റ്സ്. Therefore the first condition is not satisfied, also the second is not satisfied. ആദ്യത്തെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് അല്ല. Therefore what is our conclusion? Rolle's theorem is not applicable for the given function f of x equal to greatest integer function x. അപ്പോൾ നമ്മൾ എഴുതുന്നത്, ആൻസർ എഴുതുമ്പോൾ എഴുതുക f of x is not continuous at x equal to ഏതൊക്കെ വാല്യൂസാ? -2, -1, 0, 1, 2. Therefore റോൾസ് തിയറം ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ ഇതിനകത്ത് റോൾസ് തിയറം ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്, അപ്ലിക്കബിൾ. ഇത്രയും എഴുതിയാൽ ഇതിൻ്റെ ആൻസറായി. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -1, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 2. f of x equal to x square -1, x belongs to closed interval 1 to 2, closed interval 1 to 2. ഇവിടെ f of x is a polynomial function, therefore it is continuous in the closed interval 1, 2. And f of x is x square -1, therefore f dash x എന്തായിരിക്കും? 2x. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദി ഓപ്പൺ ഇൻ്റർവൽ 1, 2. നമുക്ക് കണ്ടീഷൻ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദി ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 2 ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ദി ഓപ്പൺ ഇൻ്റർവൽ 1, 2. ആൻഡ് വി ഗോട്ട് എഫ് ഡാഷ് എക്സ് ഓൾസോ. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2x. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്യാം നമുക്ക്. എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. ഈ മൂന്ന് കണ്ടീഷനും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ സി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് എക്സ് 2x എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. എഫ് ഓഫ് എ, ഇവിടെ എ എത്രയാണ്? വാട്ട് ഈസ് എ? ഇവിടെ എ എന്താണ്? 1 ആണ്. ബി എന്താണ്? 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ആണ്. f of 1 is equal to 1 square -1, that is equal to 0. And f of b, f of 2 ആണ്. That is equal to 2 square -1, that is equal to 4 - 1 is equal to 3. Not equal to. f of a not equal to f of b. Therefore the condition, third condition fails here. Therefore we can write f of a not equal to f of b, therefore Rolle's theorem is not applicable.
theorem is not applicable. Not applicable. ഇത്രയും സ്റ്റെപ്സ് എഴുതിയാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പോയിന്റ് ഓൺ ദി കർവ് y equal to x square, x belongs to -2 to +2 at which the tangent is parallel to x-axis. y equal to x square എന്നുള്ള ഫംഗ്ഷൻ്റെ മേലെ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. എങ്ങനെയുള്ള പോയിന്റ്? ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ദി ജോമെട്രിക്കൽ മീനിങ് ഓഫ് റോളീസ് തിയറം ഒന്ന് മനസ്സിലേക്ക് വരണം. ടാൻജൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറിവേറ്റീവ് അറ്റ് എ പോയിൻ്റ് ആണ് അല്ലേ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ്. അപ്പോൾ അത് 0 ആവുക എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് ടാൻജൻറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ആവുന്ന പോയിൻ്റാണ്. അപ്പോൾ ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവിൻ്റെ വാല്യൂ തീർച്ചയായിട്ടും എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore we take f of x equal to x square. We know that it is continuous and differentiable. Continuous in the closed interval -2 to +2. Differentiable in the open interval -2 to +2. And f of, നമുക്ക് ആ കണ്ടീഷൻസ് എഴുതണം. f of x is continuous in closed interval -2 to +2 and f of x is differentiable in open interval -2 to +2. രണ്ടാമത്തെ കണ്ടീഷനായി. ഇനി എഫ് ഓഫ് -2, എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് -2ൻ്റെ വാല്യൂ -2 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ആൻഡ് എഫ് ഓഫ് ബി മീൻസ് എഫ് ഓഫ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ. ഇറ്റ്സ് ഓൾസോ 4. ഇപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് കിട്ടുന്നു. എ ഇവിടെ -2ഉം ബി 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു 4 ആൻഡ് എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 4. രണ്ട് ഈക്വൽ ആണ്. എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ആർ ഈക്വൽ. അപ്പോൾ 3 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഫംഗ്ഷൻ. റോൾസ് തിയറത്തിൻ്റെ 3 കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സി ദർ എക്സിറ്റ്സ് എ പോയിൻറ്റ് സി ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി, അതായത് -2 ആൻഡ് +2 സച്ച് ദാറ്റ് എഫ് ഡാഷ് സി ഈക്വൽ ടു 0. Therefore we can write f dash c equal to 0. f dash c equal to 0. c means 2c equal to 0. c equal to 0. അത് c equal to 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ് എന്താവുന്നത്? ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആവുന്നത്, ഡെറിവേറ്റീവിൻ്റെ വാല്യൂ 0 ആവുന്നത്. Therefore we can take x equal to 0 and the point y equal to 0 square, that is equal to 0. അപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്കിവിടെ കിട്ടുന്നത് സി എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആയാൽ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഫംഗ്ഷനിൽ കൊടുത്താൽ 0 സ്ക്വയർ. അപ്പോൾ എന്തായിരിക്കും? 0. ഏതാ പോയിൻ്റ് അപ്പോൾ? Therefore at the point at 0 0, x 0 y 0 ആണ്. 0 0 the tangent is parallel to x axis. x ആക്സിന് പാരലൽ ആകുന്ന പോയിന്റ് 0 0 എന്ന് പറയുന്ന പോയിൻ്റാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ഒരിക്കലും തോന്നില്ല ഇത് മീൻ വാല്യൂ തിയറോ അല്ലെങ്കിൽ റോൾസ് തിയറോ അപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷനാണെന്ന്, ചോദ്യമാണെന്ന്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. ചോദ്യം ഇതേപോലത്തെ ചോദ്യം നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിലും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ ചോദ്യം കാണുമ്പോൾ ഇത് ഡെറിവേറ്റീവിൻ്റെ അപ്ലിക്കേഷനിൽ വരുന്നതാണെന്നുള്ള ഓർമ്മയുണ്ടാകും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ പോയിന്റ് ഓൺ ദി കർവ് y ഈക്വൽ ടു എക്സ് പ്ലസ് 1. y equal to x square plus 1 where the tangent is parallel to the chord joining the points 1, 2 and 3, 10. ഇവിടെ ഫംഗ്ഷൻ y equal to x square plus 1 ആണ്. ടാൻജൻറ്റ് പാരലൽ ടു ദി കോഡ് ജോയിനിങ് 1, 2 and 3, 10.
ഇത് മീൻ വാല്യൂ തിയറത്തിൻ്റെ അപ്ലിക്കേഷനിൽ വരുന്നതാണ്. അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഓരോ കണ്ടീഷനായിട്ട് എഴുതി നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ. ഇവിടെ ഏത് ഇൻ്റർവലാണ് നമ്മൾ എടുക്കുക? ഈ പോയിൻ്റ് രണ്ടറ്റത്തെ പോയിൻ്റാണ്. ഈ കോഡ് ജോയിൻ ചെയ്യുന്ന രണ്ടറ്റത്തെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 1, 2 ആൻഡ് 3, 10 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 1, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് 3. അപ്പോൾ നമ്മളെ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത് 1, 3 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. അപ്പോൾ 1, 3 കണ്ടിന്യൂസ് ആണ്. 1, 3 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ കണ്ടിന്യൂസ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ 1, 3. കാരണം എഫ് ഡാഷ് എക്സ് നമുക്ക് കിട്ടുന്നത് എന്താണ്? 2x ആണ്. 2x ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൽ എല്ലാ പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ദി ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ 1, 3 ഡിഫറൻഷ്യബിൾ ആണ്. ഇനി മീൻ വാല്യൂ തിയറത്തിന് നമുക്കറിയാം 2 കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിളും ആണെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറയുന്ന വാല്യൂയോട് ഏത് ഈക്വൽ ആയിരിക്കും? എഫ് ഡാഷ് സി. അതായത് എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ഈ കേസിൽ ആരായിരിക്കും? എ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറയുന്നത് 2, ബി 3 ആണ്. അപ്പോൾ എഫ് ഓഫ് ബി 10. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ സ്ലോപ്പാണ്. അപ്പോൾ അതിന് പാരലായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഈ സ്ലോപ്പിനോട് ഈക്വൽ ആവുക എന്നർത്ഥം. ആ പോയിന്റിലുള്ള ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ഈ സ്ലോപ്പിനോട്, ഈ കോഡ് 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന കോഡിൻ്റെ സ്ലോപ്പിനോട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 1 divided by 3 minus 1. f of 3 means 3 square plus 1. 3 square is 9 plus 1, 10 minus f of 1 is 1 square plus 1, that is 2 divided by 3 minus 1 is 2. That is 8 by 2 equal to 4. നമുക്കിവിടെ കിട്ടിയത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു 4 ആണ്. അതായത് സ്ലോപ്പ് ഓഫ് ദി കോഡ് ജോയിനിങ് 1, 2 ആൻഡ് 3, 10 ഈസ് 4. അപ്പോൾ സ്ലോപ്പ് കിട്ടി. ആ സ്ലോപ്പ് തന്നെ ഏതിനോട് ഈക്വൽ ആയിരിക്കും? എഫ് ഡാഷ് എക്സിനോട്, അതായത് എഫ് ഡാഷ് സിയോട് ഈ 4 ഈക്വൽ ആയിരിക്കും. എഫ് ഡാഷ് സി എന്ന് പറയുമ്പോൾ 2x ആണ്. എഫ് ഡാഷ് സി 2x ആണ്. 2x ഈസ് ഈക്വൽ ടു 4. ദാറ്റ് ഇംപ്ലൈസ് വാട്ട്? എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2 നമ്മുടെ ഇൻ്റർവെലിന് ഉള്ളതാണ് വാല്യൂ. ഏതാ? ഓപ്പൺ ഇൻ്റർവെൽ 1, 3യിലുള്ളതാണ് അല്ലേ? അപ്പോൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞു. വൈ കോർഡിനേറ്റ് കാണാൻ ഫംഗ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ആണെങ്കിൽ വൈ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 4 plus 1 is equal to 5. Therefore the point is, which is the point? The point is ഏതാ? 2, 5. ഇതാണ് പോയിന്റ്. കോഡിനോട് പാരലായിട്ട് ടാൻജൻറ്റ് വരുന്ന പോയിൻ്റാണ് 2, 5. അപ്പോൾ കോഡിൻ്റെ സ്ലോപ്പിനോട് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഈക്വൽ ആവുന്ന കേസ്. എഫ് ഡാഷ് സി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എയോട് ഈക്വൽ ആവുന്ന കേസ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതേപോലത്തെ ചോദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഒരേപോലെ തന്നെയാണ് വരിക. പക്ഷേ ഇവിടെ നമ്മൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഈ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അടുത്ത ടോപ്പിക്ക് പറയുമ്പോൾ അവിടെയും നമുക്കിത് അപ്ലൈ ചെയ്യാം.